ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2134. നവംബർ മാസം 3-ാം തീയതി ഈ ആണ്ടിലെ 307-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശു പറഞ്ഞിരുന്നു, ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. അതിങ്ങനെ തൻ്റെ ശിഷ്യന്മാരെ പല സന്ദർഭങ്ങളിലും ഓർമ്മപ്പെടുത്തിയിരുന്നു, ഭയപ്പെടേണ്ട, കൂടെയുണ്ടല്ലോ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും ഭയം അതൊരു ഭയം തന്നെയാണ്. അഭയം നഷ്ടപ്പെട്ടതിൽ നിന്നാണ് ശരിക്കും ഭയം രൂപപ്പെടുന്നത്. ഭയത്തിൻ്റെ അങ്ങ് എതിർവശത്തുള്ളത് അഭയമാണ്. അവിടുന്ന് കുറച്ചും കൂടി അഭയമായി നമുക്ക് മാറുന്നുണ്ടെന്ന് കുറെ കൂടി ആഴത്തിൽ ഒന്ന് ഉറപ്പിച്ചെടുക്കാൻ പറ്റുമോ? ഭയമില്ലാതാക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ആ ഭയത്തെ മുഖാമുഖം നേരിടുക എന്നതാണ്. ഭയത്തെ 2 തരത്തിൽ നമുക്ക് സമീപിക്കാം. ഒന്നുകിൽ ഭയത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഭയത്തെ അഭിമുഖീകരിച്ചുകൊണ്ട്. കൂടുതൽ പേരും തിരഞ്ഞെടുക്കുക ഒളിച്ചോട്ടമാണ്. അങ്ങനെ ഒളിച്ചോടുന്നവർക്ക് എപ്പോഴും തങ്ങളുടെ ഒളിസ്ഥാനങ്ങളിൽ, ഒളിത്താവളങ്ങളിൽ മാത്രമേ ഇരിപ്പിടമുണ്ടാവൂ. അവർക്ക് പറയാനായിട്ട് ഒത്തിരി അവകാശവാദങ്ങളൊക്കെ കാണും. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടേ ഇല്ല, അവഹേളിക്കപ്പെട്ടിട്ടുമില്ല. ആ കഥകളൊക്കെ അവർ പറയുമെങ്കിലും അവരുടെ വ്യക്തി വളർച്ചാ നിരക്ക് എന്നും താഴോട്ടായിരിക്കും. പേടിപ്പിക്കുന്ന എന്തിനേയും ഒന്ന് നേരിട്ടാൽ, മുഖാമുഖം കണ്ടാൽ, ആ പേടി അത്രയ്ക്ക് വേണ്ടായിരുന്നു, അത് അസ്ഥാനത്തായിരുന്നു എന്ന് പതിയെപ്പെടുത്തം കിട്ടും. അകാരണമായ കാരണങ്ങളൊന്നുമില്ലാത്ത ആശങ്കകളാണ് ഞാൻ ആയിത്തീരാവുന്ന കുറെ നല്ല അവസ്ഥകളെയും എനിക്ക് നിഷേധിച്ചു കളയുന്നത്. അതുമൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഭയം സത്യത്തിൽ മിക്കപ്പോഴും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള ഉത്കണ്ഠയാണ്. ഏത് വിദഗ്ധനും ആദ്യം അക്കാര്യം ചെയ്തപ്പോൾ ഇതേ ആശങ്കയിലൂടെ കടന്നുപോയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ആരും ചെയ്യാത്ത കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളും ചെയ്യുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ പുതുമയും വളർച്ചയും അവകാശപ്പെടാനാവുക. അതുകൊണ്ട് തന്നെ ക്രിസ്തുയേശു പറഞ്ഞിരുന്ന ആഴത്തിൽ വലയിറക്കുക, കുറെ കൂടി ഒരു ലക്ഷ്യബോധത്തിൽ, ഏകാഗ്രതയിൽ, കുറെ കൂടി കാര്യങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക. ആഴത്തിൽ വലത്തുവശത്ത് വലയിറക്കുക എന്നൊക്കെ കുറെ കൂടി സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ കുറെ കൂടി നമ്മളിലേക്ക് തന്നെ ഒരു ഏകാഗ്രത കണ്ടെത്തണം. അതിനൊരു ധ്യാനം ആവശ്യമാണ്. ആ ധ്യാനത്തിലേക്ക് നയിക്കാനായിട്ട് കുറച്ച് മൗനവും പ്രാർത്ഥനയും. ആമേൻ.